ഇന്ന് ഞാൻ 3 കരിമീനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഞാൻ ഈ 3 മീനും ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ച് നമ്മളൊരു 3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് വെച്ചതിന് ശേഷമാണ് ഞാനത് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മസാലയുടെ കൂട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മളിതിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് 2 ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്നും ഫ്രൈ ആവണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ലാസ്റ്റാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 25 കൊച്ചുള്ളി, ഒരു 2 സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ഒന്ന് ഇതാണ്, കറിവേപ്പില നിരത്തി വെച്ച് അതിലേക്ക് കുഞ്ഞേതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ 3 മീനും അടുക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലാണിത് ഫ്രൈ ആവുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടോ ഈ സമയത്ത്. അപ്പോൾ മീനൊക്കെ മറിച്ചിട്ടപ്പോൾ നന്നായിട്ട് അതൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല, നമ്മളിതൊക്കെ നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എന്നിട്ട് അതിലേക്കാണ് കൊച്ചുള്ളിയും സവാളയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായി വാട്ടിയെടുക്കുകയാണ്, ഉപ്പും കൂടി ഇട്ടതിന് ശേഷം. വാട്ടിയെടുത്തതിന് ശേഷമാണ് ബാക്കി മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് വാടി വന്നപ്പോൾ നമ്മളിതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തത്. വെളുത്തുള്ളി തൊലിയോട് കൂടി കഴുകിയിട്ടാണ് ഞാൻ ചതച്ചെടുക്കാറ്. അതൊരു പ്രത്യേക ഫ്ലേവറാണ് അതിന്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ വലിയ 2 തക്കാളി എടുത്തിരുന്നു, അതും ഇട്ട് കൊടുത്തു. അത് നന്നായി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആ മസാല പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് കഴുകിയെടുത്തു. ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ലൂസാക്കിയതിന് ശേഷമാണ് നമ്മൾ വാഴയില വാട്ടിയെടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു മസാല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് മീൻ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു മീൻ ഞാൻ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഒന്നും കാണുന്നില്ല, പൊളിഞ്ഞു പോകുന്നൊന്നും കാണുന്നില്ല. ഇതേപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഇലയിൽ പൊള്ളിച്ചെടുത്തു. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനായിരുന്നു. ആ മീനിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളുണ്ടാക്കിയ മസാലക്കും പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ